നമസ്കാരം. കേരളത്തെ നടുക്കിയ ഒരു മരണമാണ് വയനാട്ടിലെ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റേത്. ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണിത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് CBI ഏറ്റെടുത്തു. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തി ക്രൂരമായി മർദ്ദിച്ച് പരസ്യമായി അപമാനിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കേസിൽ 19 വിദ്യാർത്ഥികളെ പ്രതി ചേർത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു. ഈ 19 പേർക്കും കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ജാമ്യം അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണ് ഈ വീഡിയോയിൽ. എന്തുകൊണ്ടാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത്? പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് തെളിവുകളില്ലെന്നാണ് കോടതി കണ്ടെത്തിയത്. വിധിന്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന: ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതെന്ന് കൂടി അപേക്ഷിക്കുന്നു. ആദ്യം CBI സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം. സംഭവങ്ങളുടെ തുടക്കം 2024 ഫെബ്രുവരി 12 രാത്രി ഒരു പെൺകുട്ടിയോട് സിദ്ധാർത്ഥൻ പലതവണ മോശമായി പെരുമാറിയതാണ് എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാണ്. സിദ്ധാർത്ഥന്റെ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് പെൺകുട്ടി 12ാം പ്രതിയോട് പരാതി പറയുന്നുണ്ട്. അയാൾ 11, 10, 9, 13 പ്രതികളോട് ഈ വിവരം പറയുന്നു. അവരെല്ലാം ചേർന്ന് സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നീട് പെൺകുട്ടി ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് മുമ്പാകെയും രേഖാമൂലം പരാതി നൽകുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച്. സിദ്ധാർത്ഥന്റെ മരണശേഷം ഈ പരാതിയിൽ നടപടികൾ അവസാനിപ്പിക്കുന്നു. ഫെബ്രുവരി 15 നാട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥനെ 10, 12, 13 പ്രതികൾ ഫോൺ ചെയ്ത് പെൺകുട്ടിയുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വിളിക്കുന്നു. 16 രാത്രി 9:30 മണിയോടെ സിദ്ധാർത്ഥൻ തിരിച്ചെത്തുന്നു. 9, 10, 11, 12 പ്രതികൾ മറ്റ് സഹപാഠികൾക്കൊപ്പം സിദ്ധാർത്ഥനെ ഒരു കുന്നിൻ മുകളിൽ കൊണ്ടുപോകുന്നു. ചോദ്യം ചെയ്യുന്നതിനിടെ 2ാം പ്രതി സിദ്ധാർത്ഥനെ അടിക്കുന്നു. അവിടുന്ന് സിദ്ധാർത്ഥനെ സംഘം ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരുന്നു. 2ാം പ്രതി അവിടെ വെച്ച് കൈകൊണ്ടും ബെൽറ്റ് കൊണ്ടും സിദ്ധാർത്ഥനെ അടിക്കുന്നു. 5ാം പ്രതി സിദ്ധാർത്ഥനെ ഒരു വയറ് കൊണ്ട് അടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്നു. 7ാം പ്രതി ബെൽറ്റ് കൊണ്ട് അടിക്കുന്നു. 6, 3, 4, 8, 9, 10, 11, 12 പ്രതികൾ കൈകൊണ്ടടിക്കുന്നു. വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥനെ പ്രതികൾ അപമാനിക്കുന്നു. 2ാം പ്രതി സിദ്ധാർത്ഥന് സാമൂഹിക ഭ്രഷ്ട് കൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. 1ാം പ്രതി അടിക്കുന്നു. ഒരു ദിവസം മുഴുവൻ സിദ്ധാർത്ഥനെ പ്രതികൾ 5ാം നമ്പർ മുറിയിൽ അടച്ചിടുന്നു. പിറ്റേ ദിവസം, അതായത് 18ാം തീയതി 12:30 മണിയോടെ സിദ്ധാർത്ഥൻ കുളിമുറിയിൽ കയറി തൂങ്ങി മരിക്കുന്നു. പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B, 141 അന്യായമായി തടഞ്ഞുവെക്കൽ, 323 അറിഞ്ഞുകൊണ്ട് പരിക്കേൽപ്പിക്കൽ, 324 മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ, 355 ഒരാളെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കൽ, 306 ആത്മഹത്യാ പ്രേരണ, 506 ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ആന്റി റാഗിംഗ് ആക്ടിലെ 3, 4 വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. ഇതിൽ 306 IPC 306, അതായത് ആത്മഹത്യാ പ്രേരണ മാത്രമാണ് ജാമ്യമില്ലാത്ത കുറ്റം. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്. സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിധം ക്രൂരവും ഭീകരവുമായ മർദ്ദനമാണ് പ്രതികൾ ചെയ്തതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഡോക്ടർ KP സതീഷിന്റെ വാദം. സിദ്ധാർത്ഥനെ പ്രതികൾ കാമ്പസിലെ ചെറിയൊരു കുന്നിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. പിന്നീട് ഹോസ്റ്റൽ മുറ്റത്ത് കൊണ്ടുവന്നു. സഹപാഠികളുടെയും ജൂനിയേഴ്സിന്റെയും മുന്നിൽ വെച്ച് പരസ്യ വിചാരണ നടത്തി. പ്രതികൾ സിദ്ധാർത്ഥനെ മാനം കെടുത്തുകയായിരുന്നു. അതാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യാൻ കാരണം. ഫൈനൽ റിപ്പോർട്ട്, അതായത് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും മറ്റു ചില പ്രതികളുടെ പങ്കുകൂടി കണ്ടെത്തുന്നതിന് അന്വേഷണ ഏജൻസി കൂടുതൽ അന്വേഷണം നടത്താനിരിക്കുകയാണ്. ഇത് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പ്രതികളെ ജാമ്യത്തിൽ വിട്ടാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. അഡ്വക്കേറ്റ് K. രാംകുമാറാണ് ജാമ്യ ഹർജിയിൽ പ്രതികൾക്ക് വേണ്ടി വാദം ലീഡ് ചെയ്തത്. ഈ കേസിൽ പ്രതികൾക്കെതിരെ ചാർജ് ചെയ്ത ഒരേയൊരു നോൺ ബെയിലബിൾ ഒഫൻസ്, അതായത് ജാമ്യമില്ലാത്ത കുറ്റം IPC 306 മാത്രമാണ്. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം. അത് മാത്രമാണ് പ്രതികൾക്കെതിരെയുള്ള ജാമ്യമില്ലാത്ത വകുപ്പ്. FIR-ലും കുറ്റപത്രത്തിലുമുള്ള വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഈ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കാരണമൊന്നുമില്ലെന്ന് അദ്ദേഹം വാദിച്ചു. പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതായി ആരോപണമില്ല. പെൺകുട്ടിയെ 3 തവണയാണ് സിദ്ധാർത്ഥൻ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിച്ചത്. കുട്ടി അത് സീനിയർ വിദ്യാർത്ഥികളോടും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി മുമ്പാകെയും പരാതിപ്പെട്ടിട്ടുമുണ്ട്. അതിലുണ്ടായ മാനസിക സംഘർഷവും
മാനഹാനിയും മൂലമാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത്. പ്രതികൾ 90 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡി പൂർത്തിയാക്കുകയും ചെയ്തു. അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. മുമ്പ് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഈ വിദ്യാർത്ഥികൾ പെട്ടിട്ടുമില്ല. സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധം സ്വാധീനമുള്ളവരുമല്ല പ്രതികൾ. നിയമ നടപടികളിൽ നിന്ന് ഒളിച്ചോടാനും സാധ്യതയില്ല. ഈ കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ല. ഇതൊക്കെയായിരുന്നു അഡ്വക്കേറ്റ് രാംകുമാറിന്റെ വാദങ്ങൾ. പ്രതികൾക്ക് വേണ്ടി ഹാജരായ മറ്റൊരു അഭിഭാഷകൻ അഡ്വക്കേറ്റ് എസ് രാജീവ് മറ്റൊരു പ്രശ്നം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഫൈനൽ റിപ്പോർട്ട്, അതായത് CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്ര പ്രകാരം മറ്റു ചില പ്രതികളുടെ പങ്ക് കൂടി കണ്ടെത്താനുണ്ട്. അതിന് ഇനിയും അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ഫൈനൽ റിപ്പോർട്ട് അപൂർണമാണ് എന്ന് അർത്ഥം. അപ്പോൾ CRPC 167 സബ്സെക്ഷൻ 2 പ്രകാരം പ്രതികൾ സ്റ്റാറ്റ്യൂട്ടറി ബെയിലിന് അർഹരാണെന്ന് അഡ്വക്കേറ്റ് രാജീവ് വാദിച്ചു. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ നിയമപ്രകാരം ജാമ്യം കിട്ടാൻ പ്രതികൾക്ക് അവകാശമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഋതു ചബാരിയയും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കേസിലെ വിധിന്യായം ഈ വാദത്തിന് ബലം നൽകാൻ അദ്ദേഹം ഉദ്ധരിച്ചു. നിയമപ്രകാരമുള്ള ജാമ്യം ലഭിക്കാതിരിക്കാൻ ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിക്കുകയാണ് CBI ചെയ്തതെന്നും അദ്ദേഹം വാദിച്ചു. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്താതെയാണ് ലോക്കൽ പോലീസ് കേസെടുത്തത്. അതുതന്നെ ഈ കേസിന്റെ പൊള്ളത്തരത്തിന് തെളിവാണെന്ന് അദ്ദേഹം വാദിച്ചു. പ്രതികൾ 20-നും 24-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ്. 90 ദിവസം ഇതിനകം തന്നെ അവർ ജയിലിൽ കഴിയുകയും ചെയ്തു. അവരുടെ ക്ലാസുകൾ നഷ്ടപ്പെട്ടു. അവരുടെ അക്കാദമിക വർഷം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ അങ്ങനെ പോയി. പ്രതിഭാഗത്ത് ഹാജരായ മറ്റൊരു സീനിയർ വക്കീൽ അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില വസ്തുതകളിലേക്കാണ് കോടതിയുടെ ശ്രദ്ധ ക്ഷണിച്ചത്. 18 മുറിവുകളാണ് സിദ്ധാർത്ഥന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ഇതിൽ 1 മുതൽ 6 വരെയുള്ള മുറിവുകൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാണ്. ഗുരുതരമെന്ന് പറയാവുന്ന മുറിവുകൾ അവയാണ്. ബാക്കി 12 മുറിവുകൾ അത്ര സാരമുള്ളതല്ല. പ്രതികൾ മരിച്ച സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന വാദം ശരിയല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ പരാമർശങ്ങൾ തന്നെ തെളിയിക്കുന്നതായി അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് വാദിച്ചു. അത്തരം മർദ്ദനത്തിന്റെ പാടുകളൊന്നും സിദ്ധാർത്ഥന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. തൂങ്ങിയതാണ് മരണകാരണമെന്ന് അസിസ്റ്റന്റ് സർജന്റെ റിപ്പോർട്ടുമുണ്ട്. മർദ്ദനത്തെപ്പറ്റി സിദ്ധാർത്ഥൻ അമ്മയോട് പറഞ്ഞിട്ടില്ലെന്ന് അമ്മയുടെ മൊഴിയിലും വ്യക്തമാണ്. പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന് മാപ്പ് പറയിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു പ്രതികളുടെ ഉദ്ദേശം. അതിൽ പ്രതിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായി ഒന്നുമില്ലെന്ന് അഡ്വക്കേറ്റ് ജോണസ് റാൽഫ് വാദിക്കുന്നു. 2 കാര്യങ്ങളാണ് ഈ കേസിൽ കോടതി പരിശോധിച്ചത്. നിയമപ്രകാരമുള്ള ജാമ്യം ലഭിക്കാൻ പ്രതികൾക്ക് അവകാശമുണ്ടോ, അതോ അവരെ സാധാരണ ജാമ്യത്തിൽ വിടണോ? സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം, നിയമപ്രകാരമുള്ള ജാമ്യം എന്ന ഒറ്റ ഗ്രൗണ്ടാണ് പ്രതിഭാഗം അഭിഭാഷകനായ എസ് രാജീവ് ഉന്നയിച്ചത്. അത് അംഗീകരിക്കാൻ പറ്റുന്ന വാദമല്ലെന്ന് കോടതി തുടക്കത്തിലേ വ്യക്തമാക്കി. ഫൈനൽ റിപ്പോർട്ട് അഥവാ കുറ്റപത്രം സമ്പൂർണ്ണമായിരിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് 1991 കെ വീരസ്വാമിയും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. CRPC 173 ക്ലോസ് 2 പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥൻ സമർപ്പിക്കുന്ന ഫൈനൽ റിപ്പോർട്ട് മാത്രമാണ് കുറ്റപത്രം. അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രം അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കണം. പ്രതിയെ വിചാരണ ചെയ്യാൻ ആവശ്യമായ തെളിവുകളും മറ്റു രേഖകളും ശേഖരിക്കാൻ തനിക്ക് സാധിച്ചുവെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായം മാത്രമാണ് അത്. CRPC 175 ക്ലോസ് 5 പറയുന്ന പ്രകാരം സാക്ഷിമൊഴികളും മറ്റു രേഖകളുമൊക്കെ ഫൈനൽ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് പൂർണ്ണമാണ്. അതിൽ കൂടുതലൊന്നും ഫൈനൽ റിപ്പോർട്ടിൽ ആവശ്യമില്ല. കുറ്റകൃത്യത്തിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും കുറ്റപത്രത്തിൽ പറയണമെന്നുമില്ല. കുറ്റകൃത്യത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ വിചാരണയുടെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ കൊണ്ടുവന്നാൽ മതി. ജസ്റ്റിസ് ചെലമേശ്വറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ചിന്റെ ഒരു വിധിയുമുണ്ട്. വിപുൽ ശീതൽ പ്രസാദ് അഗർവാളും സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തും തമ്മിലുള്ള ഒരു കേസിലാണ് ജസ്റ്റിസ് ചെലമേശ്വറിന്റെ ചില പരാമർശങ്ങൾ ഉണ്ടായത്. ആ വിധിന്യായത്തിൽ ജസ്റ്റിസ് ചെലമേശ്വർ രേഖപ്പെടുത്തിയ നിരീക്ഷണങ്ങളും ജസ്റ്റിസ് CS ഡയസ് ഉദ്ധരിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്വയം തോന്നാം, അല്ലെങ്കിൽ അയാളുടെ മേലുദ്യോഗസ്ഥന്റെയോ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന്റെയോ നിർദ്ദേശപ്രകാരം കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ അസാധുവാക്കുകയോ ചെയ്യേണ്ടതില്ല. ഫൈനൽ റിപ്പോർട്ടിൽ അന്വേഷണ ഏജൻസിയോ മജിസ്ട്രേറ്റോ പൂർണ്ണ സംതൃപ്തനല്ല എന്നേ അതിന് അർത്ഥമുള്ളൂ. ഫൈനൽ റിപ്പോർട്ടിൽ പറയുന്ന കുറ്റകൃത്യം തെളിയിക്കുന്നതിന് കുറച്ചുകൂടി വസ്തുതകൾ ശേഖരിക്കാനുണ്ട് എന്ന് മാത്രം.
അതുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് അസാധുവാകില്ലെന്നാണ് ജസ്റ്റിസ് ചെലമേശ്വർ മേൽ പറഞ്ഞ വിധിയിൽ നിരീക്ഷിച്ചിരിക്കുന്നത്. ഈ വർഷം തന്നെ 2024 തന്നെ CBIയും കപിൽ വധാവനും തമ്മിൽ നടന്ന ഒരു കേസിലും സുപ്രീം കോടതി ഈ നിലപാട് വ്യക്തമാക്കിയതാണ്. അന്വേഷണം പൂർത്തിയാകാതിരിക്കുകയോ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ CRPC 167 ക്ലോസ് 2 പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബെയിലിന്, അതായത് നിയമപ്രകാരമുള്ള ജാമ്യത്തിന് പ്രതി അർഹനാകുന്നുള്ളൂ. ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ പ്രതിയുടെ ആ അവകാശം ഇല്ലാതാകുന്നു. കുറ്റപത്രം സമർപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം കൂടുതൽ അന്വേഷണം നടത്താനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അവകാശം ഇല്ലാതാകുന്നില്ല. ചാർജ് ഷീറ്റിന്റെ കൂടെ സമർപ്പിക്കേണ്ട മുഴുവൻ രേഖകളും സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെക്കുക, അതുകൊണ്ട് മാത്രം കുറ്റപത്രം അസാധുവാകുന്നില്ല. കോടതി നോക്കുന്നത് കുറ്റകൃത്യത്തിലേക്കാണ്, കുറ്റവാളിയിലേക്കല്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കുറ്റപത്രം പരിശോധിക്കുമ്പോൾ കേസ് എടുക്കാനുള്ള കോഗ്നൈസൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കേണ്ടതുള്ളൂ. കൂടുതൽ അന്വേഷണം നടത്താനുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടതില്ല. മറ്റു പ്രതികളെക്കുറിച്ച അന്വേഷണമോ കൂടുതൽ രേഖകളോ കിട്ടാനുണ്ടെന്ന് വെച്ച് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം അസാധുവാകുന്നില്ല. അതിൻ്റെ പേരിൽ പ്രതിക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ, നിയമപ്രകാരമുള്ള ജാമ്യം കിട്ടില്ല. ഋതു ചപാരിയ കേസിലെ തത്വങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും നിയമപ്രകാരമുള്ള ജാമ്യത്തിന് പ്രതികൾ അർഹരല്ലെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. സിദ്ധാർത്ഥൻ്റെ കേസിലെ പ്രതികൾക്ക് അങ്ങനെ ഒരു അവകാശമില്ലെന്നാണ് കോടതി പറയുന്നത്. അല്ലാതെ പ്രതികൾ ജാമ്യം അനുവദിക്കേണ്ടതുണ്ടോ എന്നാണ് കോടതി രണ്ടാമത് പരിശോധിച്ചത്. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ആത്മഹത്യാ പ്രേരണ മാത്രമാണ് ജാമ്യമില്ലാ വകുപ്പ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ ഒത്തുവരണമെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പല വിധിന്യായങ്ങളിലായി വ്യക്തമാക്കിയിട്ടുണ്ട്. 2021 ജിയോ വർഗീസും സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാനും തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ആത്മഹത്യ നമ്മുടെ രാജ്യത്തെ ഒരു കുറ്റമല്ല. കാരണം ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി നിയമത്തിന് കയ്യെത്താത്ത ദൂരത്തേക്കാണ് പോകുന്നത്. എന്നാൽ ആത്മഹത്യാ ശ്രമം IPC 309 വകുപ്പ് പ്രകാരം കുറ്റമാണ്. IPC 306 പ്രകാരം ആത്മഹത്യാ പ്രേരണയും കുറ്റമാണ്. ഒരാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന് സ്ഥാപിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഒത്തുവരണം. ആദ്യം ഒരു പ്രേരണയുണ്ടാകണം. പ്രസ്തുത വ്യക്തി ഒരു കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത് മറ്റൊരാളെ മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നതിനോ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അതായത് നിയമത്തിൽ പറയുന്ന മെൻസ്രിയ, ഉദ്ദേശം വ്യക്തമായിരിക്കണമെന്ന് അർത്ഥം. മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച്, അതായത് തെറിയും മറ്റും പറഞ്ഞ് അപമാനിക്കുന്നത് ആത്മഹത്യാ പ്രേരണയായി കണക്കാക്കാൻ പറ്റില്ല. മോശം വാക്കുകൾ ഉപയോഗിച്ച് അപമാനിച്ചത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആണെന്ന് തെളിയിക്കാൻ പറ്റണം. ഈ ഘടകങ്ങൾ ഇല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പറ്റില്ലെന്നാണ് സുപ്രീം കോടതി പലപ്പോഴായി വിധിച്ചിട്ടുള്ളത്. സജീവമായതോ നേരിട്ടുള്ളതായ ഒരു കൃത്യമുണ്ടായിരിക്കണം. അതായത് ആക്റ്റീവ് ഓർ ഡയറക്റ്റ് ആക്ട് ഉണ്ടായിരിക്കണം ആത്മഹത്യക്ക് പ്രേരണയായിട്ട്. ആ കൃത്യമായിരിക്കണം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ പ്രേരണ. ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മരിച്ച വ്യക്തിയെ എത്തിച്ചത് ആ കൃത്യമായിരിക്കണം. ചിത്രേഷ് കുമാർ ചോപ്രയും ഗവൺമെൻറ് ഓഫ് NCT ഡൽഹിയും തമ്മിലുള്ള കേസിലും ഇതേ വസ്തുതകൾ, നിലപാടുകൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഒരു കൃത്യം ചെയ്യാൻ പ്രകോപിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയോ ചെയ്യണം. ഓരോ വ്യക്തിയുടെയും ആത്മഹത്യാ രീതി വെവ്വേറെയായിരിക്കും. ആത്മാഭിമാനവും ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും. അത്തരം കേസുകൾക്ക് ഒരു ഏകീകൃത ഫോർമുല ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ കേസിലും അതിൻ്റെ വസ്തുതകളും സാഹചര്യങ്ങളും നോക്കി വേണം വിധി പറയാനെന്നും ചിത്രേഷ് കുമാർ കേസിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ വാദം മുഖവിലക്കെടുത്താൽ തന്നെ സിദ്ധാർത്ഥനെ ശിക്ഷിച്ച് നന്നാക്കുക എന്ന ഉദ്ദേശം മാത്രമേ പ്രതികൾക്കുണ്ടായിരുന്നുള്ളൂ എന്ന പ്രതിഭാഗം അഭിഭാഷകൻ ജോൺ S. റാൽഫിന്റെ വാദം ഹൈക്കോടതി അംഗീകരിക്കുന്നു. കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ സിദ്ധാർത്ഥനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്ന ഒന്നും പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി കാണുന്നില്ലെന്നാണ് കോടതി വിലയിരുത്തുന്നത്. സെക്ഷൻ 34 പ്രോസിക്യൂഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അതായത് പ്രതികളുടെ പൊതു ഉദ്ദേശം സ്ഥാപിക്കുന്ന വകുപ്പാണ് ഇത്. ഇതൊക്കെ ഏതായാലും വിചാരണയിൽ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാനും നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും സാധ്യതയുണ്ടെന്ന CBI വാദം കോടതി അംഗീകരിച്ചില്ല. വ്യക്തതയില്ലാത്ത ഇത്തരം വാദങ്ങൾ, ഇത്തരം ആരോപണങ്ങൾ ജാമ്യം നിഷേധിക്കാൻ ഒരു കാരണമായിക്കൂടാ എന്നാണ് സ്റ്റേറ്റ് ഓഫ് UPയും അമർവാണി ത്രിപാഠിയും തമ്മിലുള്ള സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയത്.
പാസ്പോർട്ടുകൾ സറണ്ടർ ചെയ്യുക, വിചാരണ കഴിയുന്നതുവരെ വയനാട് ജില്ലയിൽ പ്രവേശിക്കാതിരിക്കുക തുടങ്ങിയ കർശനമായ നിബന്ധനകൾ വെച്ചാൽ പ്രതികൾ രക്ഷപ്പെടുമെന്ന ആ വാദം തീരാവുന്നതേ ഉള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നതിന് ശക്തമായ ഒരു കേസുണ്ടാകണം. സമൂഹത്തിൻ്റെ വികാരം നോക്കിയല്ല ജാമ്യം നൽകേണ്ടതെന്നും ജാമ്യം നിഷേധിക്കേണ്ടതെന്നും ജസ്റ്റിസ് CS ഡയസിൻ്റെ വിധിയിൽ വ്യക്തമായി പറയുന്നു. ഈ വിധിന്യായത്തിലെ നിരീക്ഷണങ്ങൾ ജാമ്യഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മാത്രമുള്ളതാണ്. കേസിൻ്റെ മെറിറ്റിൽ തീരുമാനമെടുക്കേണ്ടത് വിചാരണ കോടതിയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളിലേക്കോ മറ്റു വിഷയങ്ങളിലേക്കോ നമ്മൾ പോയിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയും അതിലെ ചില പരാമർശങ്ങളും പരിശോധിക്കുക മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.